ഇല്ല, ചൂടും തുടങ്ങും. അല്ല, വൈകുന്നേരം ആയതുകൊണ്ട് കുഴപ്പമില്ല. ഉച്ചയ്ക്കൊക്കെ ആയതുകൊണ്ട് ചൂടും തുടങ്ങും. ഇതൊരു ബാഹുലേനാണ്. ധനുഷ്കോടി പ്രദേശീയമാണ്. ദേശീയകായതാണ്. ആറ്റിങ്ങൽ കനത്ത മഴ തുടങ്ങുന്നുണ്ട്. തീരപ്രദേശത്ത് കടലാക്രമണം രൂക്ഷമാകുന്നുണ്ട്. 55 മുതൽ 60 വരെ സാധ്യതപ്പെടുന്നു. ആകാശം ഇരുണ്ട് മൂടി തന്നെ കിടക്കുന്നു. മേഘാർദ്ധമായി തന്നെ കിടക്കുന്നു. നല്ല വേനൽ ചൂട് അനുഭവപ്പെട്ടതിന് ശേഷം ഒരു തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അതുപോലെ തീരപ്രദേശത്ത് കടലാക്രമണം രൂക്ഷമാക്കുന്നുണ്ട്. അന്തരീക്ഷം ഇരുണ്ട് മൂടി തന്നെ കിടക്കുന്നു. മേഘാർദ്ധമായി തന്നെ കിടക്കുന്നു. ഒരു 15 മിനിറ്റായി ആറ്റിങ്ങൽ മഴ തുടങ്ങിയിട്ട്, കനത്ത മഴ. ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് ഇനി പോകാം. നല്ല കാറ്റും അടിക്കുന്നുണ്ട്. ആകാശം ഇരുണ്ട് മൂടി തന്നെ കിടക്കുന്നുണ്ട്. മേഘാർദ്ധമായി തന്നെ കിടക്കുന്നു. ന്യൂനമർദ്ദമുണ്ടായതാണ് മഴയ്ക്കുള്ള സാധ്യത. ഫെബ്രുവരിയിലാണ് മഴ തുടങ്ങിയത്. വെയിൽ മാറി തണുത്തു അന്തരീക്ഷം ഇനി നമുക്ക് പറയാൻ സാധിക്കും. നല്ലൊരു ചൂടായിരുന്നു ഇന്നലെയൊക്കെ രാത്രി കാലങ്ങളിൽ. ആ ചൂട് മാറി അന്തരീക്ഷം തണുത്തിട്ടുണ്ടെന്ന് നമുക്ക് ആറ്റിങ്ങൽ പ്രദേശം തണുത്തിട്ടുണ്ടെന്ന് പറയാം. കൗതുകമായിട്ടുള്ള മഴയാണ്, വെയിൽ മഴയാണ് ഇപ്പോൾ പെയ്യുന്നതെന്ന് നമുക്ക് പറയാം. കനത്ത കാറ്റാണ് അടിക്കുന്നത്. അന്തരീക്ഷം തണുത്തു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നല്ല ചൂടായിരുന്നു. ഒരാഴ്ച മുമ്പേ നല്ല ചൂടായിരുന്നു. ആ ചൂട് മാറി ഇപ്പോൾ തണുത്തിട്ടുണ്ടെന്ന് പറയാം. മണി 6 മണിയാവാൻ പോണത് ഒന്നിനെ തോന്നുന്നു. ആകാശം ഇരുണ്ട് മൂടി മേഘാർദ്ധമായി തന്നെ കിടക്കുന്നു. ന്യൂനമർദ്ദത്തിലാണ് മഴ പെയ്യുന്നതെന്നാണ് പറയുന്നത്. തിരുവനന്തപുരത്തും നെയ്യാറ്റിൻകരയിലും കനത്ത മഴയാണ്. ഇപ്പോൾ അവിടെയും മഴ ഇത്തിരി തോർന്നിട്ടുണ്ടെന്ന് ഇനി പറഞ്ഞു. അതിനുശേഷമാണ് ആറ്റിങ്ങൽ മഴ ഇവിടെ നല്ല കനത്ത് പെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. തിരുവനന്തപുരത്തും മഴയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതിൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും ബാഹുലേഖ.